അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സാജാസ്. അപ്പോൾ ഇതാ നമ്മളിന്ന് പെരുന്നാളിൻ്റെ തലേന്നത്തെ കുറച്ച് പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ലോങ് വീഡിയോ അല്ല, ഒരു ഷോർട്ട് തന്നെയാണ് ഇട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, രാവിലെ തന്നെ ഇതാ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും ഒരു കുട്ടൻ ബിരിയാണിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. സാധാരണ നോർമലി ഇന്നത്തേത് കേച്ചേക്കണം, ചിക്കന് കായം പറ്റണം. മോളവിടെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കേട്ട. അപ്പോൾ ഓളവിടെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് തിരുമ്പാൻ കൊണ്ടിടണം, മിഷീനിൽ കൊണ്ടിടണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ബെഡ്ഷീറ്റാണ് നമ്മളതിന് ഇതൊന്ന് മാറ്റണം. അപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇതിലിടാണ്ട് മെഷീനിലിടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. കവർ ഇടണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട കുത്താതിരിക്കണം കേട്ടോ. സംഭവം ടിപ്പ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മെഷീനിൽ ഇടട്ടെ. ഒരു പുതപ്പ് എടുത്തിട്ടുള്ളൂ, 2 പുതപ്പും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോഴത്തെ മഴയ്ക്ക് വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ 2 പുതപ്പ് എടുത്തിട്ടില്ല, 1 പുതപ്പ് എടുത്തിട്ടുണ്ട്. മോളതൊന്നും മെഷീനിലിടലില്ല കേട്ടോ. കാക്കാൻ്റെത് ഇതിൻ്റെത് മെഷീനിലിടുന്ന ദിവസം പിന്നെ മൊത്തത്തിൽ മെഷീനിലേക്ക് ഇടും. ഒക്കെ മോളതാണ്. മോളത് തുണി ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ കഴിച്ചിട്ടതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിടണം. അതൊക്കെ ഉണ്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകണം. അപ്പം അതാ അതിൻ്റെ ഇടയിൽ മടക്കിയതൊക്കെ പടി കുറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് അൽമാറയൊക്കെ ആദ്യം വെക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ ഫാനൊക്കെ ഒന്ന് തട്ടണം. അപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് എടുത്തേക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ടാണെന്ന്, പക്ഷേ ഷോർട്ട് ആക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് ലോങ് ആയിട്ടോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയപ്പോൾ കുറച്ച് ലോങ് ആയി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നാണ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഉൾപ്പെടുമ്പം എന്തായാലും ലോങ് ആവില്ല. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് ലോങ് ആയി, വല്ലാതൊന്നുമില്ല. എന്നാലും ബെഡ്ഷീറ്റൊന്നും ഇട്ടിട്ടില്ല. ഫാനൊക്കെ ഒന്ന് തട്ടണം, അതേപോലെ തന്നെ ഒന്ന് മാറാറൊക്കെ ഒന്ന് തട്ടണം, അത്രേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരട്ടെ. അപ്പം അതാ ഏകദേശം ഫില്ലായി. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫാമിലിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ ബെഡ്ഷീറ്റ്. പുതിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇന്ന് ഉദ്ഘാടനമാണ്, പെരുന്നാളൊക്കെ അല്ല. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് ഇട്ട് പിന്നെ ഇതാ വൃത്തിയാക്കി. ഫാനൊക്കെ ഉണ്ടാവും നല്ല പളപളാകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഫുള്ള് മാറാലൊക്കെ തട്ടി ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ എല്ലായിടത്തും എല്ലാവരും തട്ടിയിട്ടാണ്. ഞാൻ റൂം വൃത്തിയാക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ എല്ലാവരും ഇതാ ഓരോരുത്തർ ഇവിടെയൊക്കെ വൃത്തിയാക്കി. ഇനി അടിച്ചു വരാനുണ്ട്. അപ്പം ഇതാ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടോ. ചിഞ്ചു മൈലാഞ്ചി ഇട്ടെന്ന് കൊഞ്ഞ് മോളൊന്ന് ഉറക്കിയിരിക്കുന്നു. ഇമ്മ ഉറക്കി. ഞാൻ പാലെടുത്ത് കണ്ട് മനടുത്ത് കൊടുത്ത് അപ്പം ഉറക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി പുറത്തിട്ടിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിൾ. എനിക്ക് പൊതുവേ ഇഷ്ടം ഇങ്ങനത്തെ ഈ വട്ടത്തിലുള്ള ഈ ടൈപ്പ് ചിത്രത്തിനോടാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ കേട്ടോ നമ്മളെ ഉള്ളിലും ഞാൻ എപ്പോഴും ഇടുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. പിന്നെ കാക്കാൻ്റെ പേരും അതേപോലെ തന്നെ മോളെ പേരും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇതാ നോമ്പുണ്ടായിരുന്നു നന്നില്ലേ. അങ്ങനെ നോമ്പൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് നോമ്പൊക്കെ ഒന്ന് പറഞ്ഞു ചാടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതാ മുകറി ആയിട്ടുണ്ട്. ഇത് കടുക് വറുത്തിട്ടില്ല കേട്ടോ, അത് നാളെ രാവിലെ വറുക്കാൻ വിചാരിച്ചു. പിന്നെ അതാ ചിക്കൻ കായം പറ്റി വെച്ചിട്ടുണ്ട്, നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പിടിച്ചതും നാളെ കുട്ടൻ ബിരിയാണിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നാളേക്കുള്ള പ്രിപ്പറേഷന്. പിന്നെ ഇത് ഇന്ന് നോമ്പ് വറക്കുമ്പോഴൊക്കെ മുളകിട്ട ചിക്കൻ കറിയും ചിക്കൻ മുളകിട്ടതും പിന്നെ നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതും. അപ്പോൾ എല്ലാവരും കൂടി ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്നില്ല കേട്ടോ. ഞാനും കാക്കി മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം ടേബിളിൽ നിൽക്കണ്ട കൊടുന്നു നോമ്പ് പറഞ്ഞതിന് ശേഷം. അപ്പോൾ എന്നാൽ വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് മോളൊന്നും അടങ്ങിയിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാക്കാരനെ കാക്ക കഴിക്കാനെന്ന് എനിക്ക് കഴിച്ചു. അപ്പോൾ ഏതായാലും മോളെ നേരത്തെ പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ ഒന്നും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വേഗം ഇരുന്ന് കഴിക്കാൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കഴിച്ചു. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് പെരുന്നാളിൻ്റെ രാത്രിത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ പെരുന്നാളിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, പറ്റുന്ന പോലെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ